നടക്കില്ല ചേച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കില്ല. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ചേച്ചി. പൊന്നു മോളെ ഞാൻ കാല് പിടിച്ച് പറയാം. നമ്മളിപ്പോ ഷോ തുടങ്ങാറ് എല്ലാം ഇക്കയും രഞ്ജിനൊക്കെ നിൽക്കുന്നത് എല്ലാം റെഡിയാണ്. ഷോ പറ്റില്ല ചേച്ചി. നിന്റെ കാല് പിടിച്ച് ഞാൻ പറയാം. ഇത് നമ്മള് എപ്പോഴും ഇങ്ങനെ ഓരോന്നും കൊണ്ടുവരല്ലേ ചേച്ചി. പറ്റില്ല, നമുക്ക് ഷോ തുടങ്ങണം. എന്നോട് മര്യാദക്ക് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ലയോ? മര്യാദക്ക് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവത്തില്ലയോ? ഒരു കാര്യം പറയുമ്പോഴേ ഇങ്ങോട്ട് പുറത്തെല്ലാം പറഞ്ഞോണ്ട് പറയരുത് കേട്ടോ. ലോൺ എടുത്ത് തുടങ്ങുന്ന സംരംഭമാ. അതൊരു ആപ്പയെ ഉപ്പയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ പറ്റത്തില്ല. നല്ലൊരാളെ കൊണ്ട് എന്നെ അത് ഉദ്ഘാടനം ചെയ്യിക്കണം. അതിനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. പോയേ ഓ ചേർന്ന് പോ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇക്ക നമസ്കാരം. ഇക്ക ഞങ്ങള് പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുമായിരുന്നേ. അത് ഇക്കയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം. നസീറയ്ക്കെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം ഭയങ്കര ആഗ്രഹം. അതിനുവേണ്ടി വന്ന എന്നെ കൊണ്ടോ? ഞാനും എന്റെ ആദ്യ ഭർത്താവും കൂടെ തുടങ്ങുന്ന ഒരു സംരംഭമാണ്. ആദ്യ ഭർത്താവോ? അയ്യോ അല്ല, ഞാനും എന്റെ ഭർത്താവും കൂടെ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭമാണ്. എനിക്ക് തിരിഞ്ഞു പോയതാ. അപ്പൊ അത് ഉദ്ഘാടനം ചെയ്യാൻ ഇക്ക തന്നെ വരണം. എവിടെയാണ്? പത്തനംതിട്ടയിലാ. അയ്യോ, പത്തനംതിട്ട ഒന്നും ഇത്രയും ദൂരം ഒന്നും ഇപ്പൊ വരാൻ പറ്റുമെന്ന് തോന്നുന്നു. അയ്യോ അതെനിക്ക് അറിയാം. ഇക്കയ്ക്ക് വരാൻ ബുദ്ധിമുട്ടാന്നറിയാം. അതുകൊണ്ട് ഞങ്ങൾ സംരംഭം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ ഫ്ലോറിലാ? ചേട്ടാ, ഈ കടയാണോ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത്? പിന്നെ 4 പരിപ്പൂടെയും 3 ഉള്ളിവടയും വിൽക്കാനായിട്ട് BMW കൊണ്ടുവരാൻ പറ്റുമോ? ഇനി തുടങ്ങിയിട്ട് വേണേ ഞങ്ങൾക്ക് ഒരു വലിയ സ്ഥാപനം ഇടാൻ വേണ്ടിട്ടേ. അല്ല, ഇതൊക്കെ തുടങ്ങിയിട്ട് ഇനിയിപ്പോ ഏത് കാലത്ത് വലുതാനാണ്? തുടക്കം തന്നെ നശിപ്പിച്ച കളയിലേക്കാ. സിനിമയുമായി ബന്ധപ്പെട്ട പേരുകളാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ കിട്ടിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? എന്താണ് സംഭവം? ഇപ്പൊ ഉദാഹരണത്തിന് മേരെ നാം ബോളി, യമണ്ടൻ ഉണ്ടംപൊരി, കുമ്പളങ്ങി കുമ്പളപ്പം, കോടതി സമശം പാലും വെള്ളം, പിന്നെ വാസന്തി ലക്ഷ്മി ദോശയും. സ്പെഷ്യൽ വാസന്തി ഇത്. അപ്പൊ ലക്ഷ്മിയോ? ഞങ്ങളുടെ മൂത്ത മോള്. അപ്പൊ ദോശയോ? ദോശയിലേ ഇരിക്കുന്നേ. പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ഉണ്ട്, കട്ടപ്പനയിലെ വട്ടയപ്പം. അങ്ങനെയുള്ള സെലിബ്രിറ്റികൾക്ക് ഇഷ്ടപ്പെടുന്ന പേരുകളാണ് ഞങ്ങൾ ആഹാരങ്ങൾ. കൊള്ളാം, ഒരു വെറൈറ്റി ഉണ്ട് എന്തായാലും. അതെ, തട്ടുകടാണെങ്കിലും